തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തക മാർച്ച് നടത്തി. ശബരിമല സ്വർണ്ണക്കടത്തിൽ അടിയന്തരമായും CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാർച്ച്. യുവജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ സമീപനം തിരുത്തണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയും യുവജന വഞ്ചനയ്ക്കെതിരെയും യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം. കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്രയോ അമ്പലത്തിൽ നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കയറിയിട്ടുണ്ട്. ദേഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? 3 ദിവസം മുമ്പേ വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2014 പറഞ്ഞ ഒരു കാര്യം ഞാൻ 3 ദിവസം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു. ഇന്നും ഞാൻ പറയുന്നു, ദേവസ്വം മന്ത്രി വാസവനോട് ഞാൻ പറയുന്നു, ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് 2014 പറഞ്ഞതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളനെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണ്. വീഴ്ചയൊന്നല്ല, കൊള്ളയാണത്, തട്ടിപ്പാണ്, കള്ളത്തരമാണ്. അല്ല, 4.5 kg സ്വർണം മോഷിപ്പിച്ചാൽ അത് കൊള്ളയല്ലേ? അപ്പൊ കോൺഗ്രസ്സുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ 40 kg സ്വർണം കൊള്ള ചെയ്താൽ മാത്രമാണോ കൊള്ള? അല്ല, ഇത് ക്രൈമാണ്. ഇത് അന്വേഷിക്കണം. ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അയക്കണം. ഇത് എല്ലാ മലയാളികളുടെ വാശിയായിട്ട് ഞങ്ങൾ BJP അവർക്ക് വേണ്ടി ഇത് ചെയ്യും. ഇതിന് ഒറ്റ കോംപ്രമൈസ് ചെയ്യാനില്ല. പിന്നെ പിണറായി വിജയൻജി ഇതും മനസ്സിലാക്കണം, വാസവൻജി ഇത് മനസ്സിലാക്കണം. കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകര് ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് വാസവൻ രാജിവെക്കണം എന്ന് പറയുമ്പോൾ SFIക്കാരും DYF-കാരും കമ്മ്യൂണിസ്റ്റ് CPM-കാരും വന്ന് ആക്രമണിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിനി നടക്കില്ല. BJP നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെ ഞങ്ങളെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. പിണറായി വിജയൻ സാറേ, വാസുദേവൻ സാറേ, ദേവസ്വം ബോർഡ് ചെയർമാന്, നിങ്ങളെ SFIക്കാരൊന്നും രക്ഷിക്കാൻ വരില്ല. അതിന്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ഈ നരേന്ദ്രമോദിജിന്റെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല. അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊരു താല്പര്യമില്ല, ആഗ്രഹമില്ല, പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ്. ജനങ്ങളിൽ പറയിപ്പിക്കുന്നു. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ദ്രോഹിക്കുന്നു? 2018 ചെയ്ത കാര്യങ്ങൾ, ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം. കൊള്ള നടക്കുന്നത് ഹിന്ദുവും അമ്പലം. ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മതത്തിന്റെ അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാല് പിടിച്ച് മാപ്പി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യം. ഇതാണ് സത്യം. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ കാലവും കഴിഞ്ഞു. ഇനി BJP വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിനു വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി
പ്രവർത്തിക്കും, പ്രതിഷേധിക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനമ്മനെ കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ടെന്ന്. അല്ല, ഞാൻ പറയട്ടെ, കുറച്ചെങ്കിലും നാണം ഉണ്ടാവട്ടെ. ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുനമ്മദിന് ആ ലാൻഡ് വഖഫിന്റെ ഭൂമിയാണെന്ന്. ആര് പറഞ്ഞു? സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി. എന്നിട്ട് പാർലമെന്റ് പാസാക്കിയ വഖഫ് ആക്ടിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്ത് പറഞ്ഞു? ഈ ഇരട്ടത്താപ്പ് കാണിക്കാനാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഇരട്ടത്താപ്പ്. ഇവര് രണ്ടുപേരും, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും, രാഷ്ട്രീയ ഇരട്ടകളാണ്, ട്വിൻസാണ്. പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ ട്വിൻസ്, പ്രീണ രാഷ്ട്രീയം ചെയ്യുന്ന ട്വിൻസ്. ഈ മുനമ്പത്തിന്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു? എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോർട്ടിന്റെ വിധി, ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു? പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയവും, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും, മുദ്രാവാക്യവും പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയവും, വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത രാഷ്ട്രീയവും, അതിന്റെ സമയം ഇനി കഴിഞ്ഞു. ഇന്ന് മനുപ്രസാദിന്റെ ടീമിന് ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഇത് മൊത്തം മലയാളികൾക്കൊരു മെസ്സേജാണ്. ഞങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം, തൊഴിൽ വേണം, അവസരങ്ങൾ വേണം. നരേന്ദ്രമോദിജി ഇന്ത്യനെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മുകളിൽ വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിലും അവസരങ്ങൾ സൃഷ്ടിക്കും. കേരളത്തിന്റെ യുവാക്കൾക്കും വേണം അവസരങ്ങൾ. അത് അവരുടെ അവകാശമാണ്. അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു.